നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഏപ്രിൽ 2 ബുധനാഴ്ച. ഞാൻ MJ പ്രകാശ്. പ്രതിപക്ഷത്തിൻ്റെയും മുസ്ലിം സമുദായ സംഘടനകളുടെയും പ്രതിഷേധം വകവയ്ക്കാതെ വഖഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ. ചർച്ചയ്ക്ക് 12 മണിക്കൂർ വേണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി. മാധ്യമം, മലയാള മനോരമ ഉൾപ്പെടെ മിക്ക പത്രങ്ങളുടെയും ഒന്നാം പേജിൽ തന്നെയുണ്ട് ഈ വാർത്ത. ട്രംപിന്റെ പകരത്തിനു പകരം തീരുവ പ്രഖ്യാപനം ഇന്നാണ്. ആശങ്കയിൽ ഓഹരി വിപണികൾ ഇടിഞ്ഞു. ഇത് പ്രധാന വാർത്തയാക്കി കേരള കൗമുദി. CPM പാർട്ടി കോൺഗ്രസിന് ഇന്ന് കൊടിയുയരുകയാണ്. സംഘടനാ റിപ്പോർട്ടിലെ വിവരങ്ങളും അടുത്ത സെക്രട്ടറി ആരാകും എന്നതുമൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നു പത്രങ്ങൾ. 24 വെട്ടേറ്റ എമ്പുരാൻ ഇന്ന് തിയേറ്ററുകളിലെത്തുകയാണ്. നോക്കാം പത്രത്താളുകളിലൂടെ വിശദമായി. ആദ്യം വായിക്കുന്നത് മാധ്യമത്തിൻ്റെ ലീഡ് വാർത്തയാണ്. വഖഫ് ബിൽ ഇന്ന് സഭയിൽ. മുസ്ലിം സമുദായ നേതാക്കളുടെയും സംഘടനകളുടെയും കടുത്ത പ്രതിഷേധം വകവയ്ക്കാതെ വഖഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ. 12 മണിക്കൂർ ചർച്ചയ്ക്കായി സമയം അനുവദിക്കണമെന്ന ആവശ്യം തള്ളിയതിനെ തുടർന്ന് പാർലമെന്റിന്റെ കാര്യോപദേശക സമിതി അഥവാ BAC യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ MPമാർ ഇറങ്ങിപ്പോയതിന് പിന്നാലെയാണ് ബുധനാഴ്ച ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കൂടിയായ ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയത്. ഭരണമുന്നണിയായ NDAയും പ്രതിപക്ഷത്തുനിന്ന് കോൺഗ്രസും സഭയിൽ ഹാജരുണ്ടാകണമെന്ന് MPമാർക്ക് വിപ്പ് നൽകി. 8 മണിക്കൂർ ചർച്ച നടത്തി ബുധനാഴ്ച തന്നെ ബിൽ ലോക്സഭയിൽ പാസാക്കുമെന്നും തുടർന്ന് രാജ്യസഭയിലേക്ക് വിടുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. TDPയും JDUവും പിന്തുണച്ചേക്കും. വഖഫ് സ്വത്തുക്കൾക്കുമേൽ പിടിമുറുക്കാനും തർക്കങ്ങളിൽ വഖഫിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനം കൈക്കൊള്ളാനും പാകത്തിലുള്ള വിവാദ വ്യവസ്ഥകളോടെയാണ് ബിൽ അവതരിപ്പിക്കുന്നത്. വഖഫ് ബോർഡിൽ ചുരുങ്ങിയത് 2 അമുസ്ലിങ്ങൾ വേണമെന്ന വ്യവസ്ഥ അടക്കം JPC റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ച കരട് ബില്ലിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാകില്ലെന്ന് JPC അംഗമായ BJP നേതാവ് അപരാജിത മാധ്യമത്തോട് പറഞ്ഞു. ജനതാദൾ യുവും തെലുങ്കുദേശം പാർട്ടിയും ബില്ലിനെ പിന്തുണച്ച് വോട്ട് ചെയ്യുമെന്നും അവർ നേരത്തെ നിർദ്ദേശിച്ച ഭേദഗതികൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും അപരാജിത വ്യക്തമാക്കി. പാർട്ടി കോൺഗ്രസിനായി മധുരയിൽ പോകുന്നതിനാൽ ചർച്ചയും വോട്ടെടുപ്പും നടക്കുമ്പോൾ സഭയിലുണ്ടാകില്ലെന്ന് CPMന്റെ 4 ലോക്സഭാ MPമാർ സ്പീക്കർ ഓം ബിർളയെ രേഖാമൂലം അറിയിച്ചെങ്കിലും നിർണായക വേളയിൽ പാർലമെന്റിൽ പങ്കെടുക്കാൻ MPമാർക്ക് പിന്നീട് CPM നിർദ്ദേശം നൽകി. സർക്കാർ അജണ്ട നടപ്പാക്കാൻ മാത്രമാണെങ്കിൽ പിന്നെ കാര്യോപദേശക സമിതി യോഗം ചേരുന്നത് എന്തിനാണ് എന്ന് ഇറങ്ങിപ്പോയ പ്രതിപക്ഷ MPമാരിലൊരാൾ തൃണമൂൽ കോൺഗ്രസിന്റെ കല്യാൺ ബാനർജി ചോദിച്ചു. പ്രതിപക്ഷ MPമാർ വഖഫ് ബിൽ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി നേതാവ് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പ്രതിപക്ഷം. വഖഫ് ബില്ലിനെ ഒറ്റക്കെട്ടായി നേരിടാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന പ്രതിപക്ഷ നേതാക്കളുടെ യോഗം തീരുമാനിച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനം തുടങ്ങിയതു തൊട്ട് ഭിന്നിച്ചു നിന്നിരുന്ന ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളെല്ലാം വഖഫ് ബിൽ വീണ്ടും ഒന്നിപ്പിക്കുന്നത് യോഗത്തിൽ കണ്ടു. യോഗം വഖഫ് ബില്ലിൽ വിശദമായ ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇനി കേരള കൗമുദിയിലേക്കാണ്. ഇന്ത്യൻ വിപണി മുൾമുനയിൽ. ഓഹരികളിൽ 3 ലക്ഷം കോടി രൂപയുടെ ഇടിവ്. ട്രംപിന്റെ തീരുവ ഇന്നു മുതൽ. സ്വർണം പവന് 68,080 രൂപ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇന്ന് പ്രാബല്യത്തിൽ വരാനിരിക്കെ കനത്ത ആശങ്കയിൽ സാമ്പത്തിക രംഗം. ഓരോ രാജ്യത്തിനും ബാധകമാകുന്ന ചുങ്കം ഇന്ന് വൈകിട്ട് 3-ന്, അതായത് ഇന്ത്യയിൽ സമയം വ്യാഴാഴ്ച പുലർച്ചെ 12:30 ട്രംപ് പ്രഖ്യാപിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇതിനു പിന്നാലെ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ
ഇന്ത്യയിൽ സ്വർണ്ണവില പവന് 680 രൂപ ഉയർന്ന് 68,080 രൂപയെന്ന റെക്കോർഡിലെത്തി. ഓഹരി നിക്ഷേപകരുടെ ആസ്തിയിൽ 3 ലക്ഷം കോടി രൂപയിലധികം നഷ്ടമുണ്ടായി. മുഖ്യസൂചികയായ സെൻസെക്സ് 1390 പോയിന്റ് ഇടിഞ്ഞ് 76,024 അവസാനിച്ചു. ദേശീയ സൂചികയായ നിഫ്റ്റി 353.65 പോയിന്റ് നഷ്ടത്തോടെ 23,165 ഇന്ത്യ ഈടാക്കുന്നതിന് തത്തുല്യമായ പകരച്ചുങ്കം ട്രംപ് ഏർപ്പെടുത്തുന്നത് കയറ്റുമതിയിൽ $730 കോടി ഇടവ് സൃഷ്ടിച്ചേക്കും. ഇന്ത്യ നികുതി ഇളവുകൾ നൽകുമെന്നാണ് ഇന്നലെ ട്രംപ് പ്രഖ്യാപിച്ചത്. അവസാന നിമിഷം തീരുവ വർധന ഒഴിവാക്കി പുതിയ വ്യാപാര ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാരും കയറ്റുമതി ലോകവും. മേഖലകൾ തിരിച്ചാണോ ഉൽപ്പന്നങ്ങൾക്കാണോ അമേരിക്ക അധിക തീരുവ ഈടാക്കുകയെന്നതിലും വ്യക്തത വന്നിട്ടില്ല. റഷ്യയ്ക്കും ഇറാനുമെതിരെ രണ്ടാംഘട്ട നടപടികൾക്ക് ട്രംപ് ഒരുങ്ങുന്നെന്ന വാർത്ത ക്രൂഡ് ഓയിൽ വില കൂട്ടാനും ഇടയാക്കി. 2021-22 വർഷം മുതൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ 18% അമേരിക്കയിലേക്കാണ്. മൊത്തം ഇറക്കുമതിയിൽ 6.22% മാത്രമാണ് അവിടെ നിന്നുള്ളത്. CPM 24-ാം പാർട്ടി കോൺഗ്രസിന് ബുധനാഴ്ച മധുരയിൽ ചെങ്കൊടിയേറും. 1972-ൽ 9-ാം പാർട്ടി കോൺഗ്രസ് നടന്ന മധുര നീണ്ട 53 വർഷത്തിന് ശേഷമാണ് രാജ്യത്തെ പ്രധാന തൊഴിലാളി വർഗ പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന് വീണ്ടും വേദിയാകുന്നത്. വിവിധ രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ സമ്മേളന നഗരിയിൽ സംഗമിച്ചു. കീഴ്വെൺമണി രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ജി രാമകൃഷ്ണ കൈമാറിയ പതാക ജാഥയായി കേന്ദ്ര കമ്മിറ്റി അംഗം യു വാസുകിയുടെ നേതൃത്വത്തിൽ സമ്മേളന നഗരിയിലെത്തും. കേരളത്തിൽ നിന്നുള്ള 175 പേരടക്കം 731 പ്രതിനിധികളും 80 നിരീക്ഷകരും പങ്കെടുക്കുന്ന പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ 6-ന് റിംഗ് റോഡ് ജംഗ്ഷന് സമീപം നടക്കുന്ന പൊതുസമ്മേളനത്തോടെയാണ് സമാപിക്കുക. പ്രതിസന്ധി സമ്മതിച്ച് CPM പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ട്. മുരടിപ്പല്ല തകർച്ച എന്ന വാർത്ത മലയാള മനോരമയിൽ നിന്ന്. കേരളമൊഴികെ എല്ലായിടത്തും തിരിച്ചടി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. തൊഴിലാളി വർഗത്തിനുമേലുള്ള പാർട്ടിയുടെ സ്വാധീനം തകർന്നെന്ന ഗുരുതര നിഗമനത്തോടെ CPM പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ട്. ഇന്ന് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് രംഗത്തും സമരരംഗത്തും പാർട്ടി പരാജയമാണെന്ന് സമ്മതിക്കുന്നു. പോളിറ്റ് ബ്യൂറോയ്ക്ക് ഉൾപ്പെടെ ഇതിൽ വീഴ്ചയുണ്ട്. തിരഞ്ഞെടുപ്പ് രംഗത്ത് കേരളമൊഴികെ എല്ലായിടത്തും പാർട്ടി മുരടിപ്പിനപ്പുറം തകർച്ചയിലേക്കാണ് നീങ്ങുന്നത്. ബംഗാളിലും ത്രിപുരയിലും സ്വാധീനത്തിലുണ്ടായ ഇടിവിന് ശേഷം തകർച്ച പൊതുപ്രവണതയായി. സമരരംഗത്ത് പുതിയ അടവുകളും മുദ്രാവാക്യങ്ങളും സ്വീകരിക്കുന്നതിൽ കഴിവില്ലായ്മ തന്നെയുണ്ട്. കർഷക തൊഴിലാളികൾ, ഗ്രാമീണ ദരിദ്രർ എന്നിങ്ങനെ അടിസ്ഥാന വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ സമരങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും വീഴ്ച തന്നെ. പ്രക്ഷോഭങ്ങളും പ്രചാരണ പ്രവർത്തനങ്ങളും ചടങ്ങിന് മാത്രം. ദേശീയ ക്യാമ്പയിനുകളിലും ഇതാണ് സ്ഥിതി. ജനപിന്തുണയ്ക്ക് വേണ്ട രാഷ്ട്രീയവും ആശയപരമായ പ്രവർത്തനത്തെ അവഗണിക്കുന്നതും പ്രശ്നമാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കിയതിൽ PB പരാജയമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ത്രിപുരയിൽ 24%, മറ്റിടങ്ങളിൽ 1% പോലുമില്ല. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം നടന്ന 13 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ത്രിപുര ഒഴികെ മറ്റിടങ്ങളിൽ പാർട്ടിക്ക് കിട്ടിയത് 1% താഴെ വോട്ട് മാത്രമെന്ന് CPM റിപ്പോർട്ട്. 11 സീറ്റിൽ മത്സരിച്ച ഹിമാചൽ പ്രദേശിൽ 0.06%, 17 സീറ്റിൽ മത്സരിച്ച രാജസ്ഥാനിൽ 0.97%, 19 സീറ്റിൽ മത്സരിച്ച തെലങ്കാനയിൽ 0.23%, 7 സീറ്റിൽ മത്സരിച്ച ആന്ധ്രയിൽ 0.13% എന്നിങ്ങനെയാണ് വോട്ട്. വില്ലന്റെ പേരുമാറ്റി എമ്പുരാൻ റീ എഡിറ്റഡ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ. മൊത്തം 38 മാറ്റം, കുറഞ്ഞത് 2.08 മിനിറ്റ്. എമ്പുരാൻ സിനിമയിൽ വില്ലൻ കഥാപാത്രത്തിന്റെ പേരുമാറ്റി. ബാബ ബജ്രംഗി എന്ന ബൽരാജ് എന്ന പേര്
പരാമർശിക്കുന്ന ഇടങ്ങളിൽ ബൽദേവ് എന്നാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന്റെ സീനുകൾ മുറിച്ചു നീക്കി. പേരുൾപ്പെടെ 24 മാറ്റങ്ങളാണ് സെൻസർ ബോർഡിന്റെ കുറിപ്പിൽ അക്കമിട്ടു പറയുന്നത്. എന്നാൽ പേരിലെ മാറ്റം ചിത്രത്തിൽ 14 ഇടങ്ങളിലുണ്ട്. ഇത്തരത്തിൽ വിശദമായി കണക്കുകൂട്ടുമ്പോൾ മൊത്തം 38 ഇടങ്ങളിൽ മാറ്റമുണ്ട്. പുതിയ പതിപ്പ് എല്ലാ തിയേറ്ററുകളിലും ഇന്ന് ലോഡ് ചെയ്യും. ദൈർഘ്യം 2.08 മിനിറ്റ് കുറഞ്ഞെന്നും ചിത്രത്തിന്റെ ആസ്വാദനത്തെ ഇത് ബാധിക്കില്ലെന്നും നിർമ്മാതാക്കൾ പറഞ്ഞു. ദൃശ്യങ്ങളിൽ 13 വെട്ടും വർഗീയ കലാപം കാണിക്കുന്ന ആദ്യ അരമണിക്കൂറിലാണ്. ഇവിടെ കൃത്യം കാലഘട്ടം പരാമർശിക്കുന്നത് മാറ്റി. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എന്നാക്കി. കലാപഭാഗത്തെ ഒരു കൊലപാതക ദൃശ്യവും പ്രധാന വില്ലൻ ഉൾപ്പെട്ട 2 ദൃശ്യങ്ങളും ചില സംഭാഷണങ്ങളും മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള സീനുകളും ഒഴിവാക്കി. ആദ്യ പകുതിയിൽ വില്ലനും മുഖ്യസഹായിയും തമ്മിലുള്ള സംഭാഷണത്തിലെ 13 സെക്കൻഡും വെട്ടി. ടൈറ്റിൽ കാർഡിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥനുമുള്ള നന്ദി പ്രകടനം ഒഴിവാക്കി. പേര് ഒഴിവാക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു. ദേശീയ പതാകയുടെ നിറം സംബന്ധിച്ചുള്ള സംഭാഷണം ഒഴിവാക്കി. കേന്ദ്ര ഏജൻസിയായ NIA-യെക്കുറിച്ച് പറയുന്നിടത്ത് ശബ്ദം മ്യൂട്ട് ചെയ്തു. വാഹനത്തിൽ NIA-യുടെ ബോർഡ് കാണിക്കുന്ന ദൃശ്യവും ഒഴിവാക്കി. സംഘപരിവാറിൽ നിന്നുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് നിർമ്മാതാക്കൾ ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തിയത്. അവധി ദിനമായിരുന്നിട്ടും ഞായറാഴ്ച റീ എഡിറ്റഡ് പതിപ്പ് കണ്ട് സെൻസർ ബോർഡ് പുതിയ സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു. ആദിവാസി യുവാവ് പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച നിലയിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ കസ്റ്റഡിയിലായ ആദിവാസി യുവാവ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. അമ്പലവയൽ നെല്ലാറച്ചാൽ ഒയിലക്കൊല്ലി പാടിവയൽ ഉന്നതിയിലെ ഗോകുൽ 18 വയസ്സാണ് മരിച്ചത്. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ ബന്ധുക്കൾ 5 ദിവസം മുമ്പ് അമ്പലവയൽ കൽപ്പറ്റ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണത്തിൽ തിങ്കളാഴ്ച വൈകിട്ടോടെ കോഴിക്കോട് നിന്ന് പെൺകുട്ടിയെയും ഒപ്പമുണ്ടായിരുന്ന ഗോകുലിനെയും കോഴിക്കോട് വനിതാ സെൽ കണ്ടെത്തി. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിങ്കളാഴ്ച രാത്രി 11ഓടെ കൽപ്പറ്റ പോലീസിന് കൈമാറുകയായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള സഖി കേന്ദ്രത്തിലേക്ക് പെൺകുട്ടിയെ മാറ്റിയ ശേഷം ഇരുവരുടെയും ബന്ധുക്കളെ കൽപ്പറ്റ പോലീസ് വിവരമറിയിച്ചു. ഗോകുലിനെതിരെ കേസ് എടുക്കുകയോ പ്രതി ചേർക്കുകയോ ചെയ്തിരുന്നില്ല. ആധാറുമായി വന്ന് ഗോകുലിനെ കൂട്ടിക്കൊണ്ടുപോകണമെന്നാണ് തങ്ങളെ പോലീസ് അറിയിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 7:45ഓടെ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ ശുചിമുറിയിലേക്ക് പോയ ഗോകുലിനെ 8 മണിയായിട്ടും കാണാതായതിനെ തുടർന്ന് വാതിൽ തകർത്ത് അകത്തു കയറിയപ്പോഴാണ് ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ശുചിമുറിയിലെ ഷവറിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ പോലീസ് ജീപ്പിൽ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും. ചന്ദ്രൻ ഓമന ദമ്പതികളുടെ മകനാണ് ഗോകുൽ. കൂടൽമാണിക്യം ക്ഷേത്രം ബാലു തിരിച്ചെത്തി രാജിവെച്ച് മടങ്ങി. ഇരിങ്ങാലക്കുട 2 ആഴ്ചത്തെ മെഡിക്കൽ അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ കൂടൽമാണിക്യം ക്ഷേത്ര കഴകം ജീവനക്കാരൻ തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബാലു രാജിവെച്ചു. ചൊവ്വാഴ്ച ദേവസ്വം ഓഫീസിലെത്തിയാണ് അഡ്മിനിസ്ട്രേറ്റർക്ക് രാജി നൽകിയത്. ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലുമാണ് രാജി എന്നാണ് കത്തിലെ ഉള്ളടക്കം. ചൊവ്വാഴ്ച രാവിലെ അമ്മാവൻ രാമചന്ദ്രനോടൊപ്പം ബാലു കൂടൽമാണിക്യം ദേവസ്വം ഓഫീസിലെത്തി അഡ്മിനിസ്ട്രേറ്ററെ കണ്ടിരുന്നു. ദേവസ്വം ഓഫീസിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബുധനാഴ്ച മുതൽ കഴകം ജോലിക്ക് കയറുമെന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നീട് വീണ്ടുമെത്തി രാജി നൽകി മടങ്ങുകയായിരുന്നു. വിവാദങ്ങളുമായി രാജിക്ക് ബന്ധമില്ലെന്നാണ് അമ്മാവൻ രാമചന്ദ്രൻ പറഞ്ഞത്. ഫെബ്രുവരി 24-നാണ് ബാലു കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിയിൽ പ്രവേശിച്ചത്. താൽക്കാലിക ജോലിക്കാരനെ ഒഴിവാക്കി ഇദ്ദേഹത്തെ നിയോഗിച്ചതിനെതിരെ വാരിയർ സമാജവും ക്ഷേത്രം തന്ത്രിമാരും രംഗത്തെത്തിയിരുന്നു. തുടർന്ന് അവധിയെടുത്തുപോയി. മാർച്ച് 6-നാണ് ഇദ്ദേഹത്തെ അറ്റൻഡർ ജോലിയിലേക്ക് മാറ്റിയത്. താൽപ്പര്യം അറ്റൻഡർ ജോലിയാണെന്ന് വ്യക്തമാക്കി ബാലു ദേവസ്വത്തിന് ഇമെയിൽ അയച്ചിരുന്നു. എന്നാൽ കഴകം ജോലി തന്നെ ചെയ്യണമെന്നായിരുന്നു ദേവസ്വത്തിന്റെ നിലപാട്. ആശാസമരം സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക്. മന്ത്രി വീണ കേന്ദ്രമന്ത്രി നഡ്ഡയെ കണ്ടു. ന്യൂഡൽഹി കേരളത്തിലെ ആശാവർക്കർമാരുമായി സർക്കാർ 2-3 ദിവസത്തിനുള്ളിൽ വീണ്ടും ചർച്ച നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്.
കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികരണം. സമരത്തിലുള്ളവരടക്കം എല്ലാ യൂണിയനെയും വിളിക്കുമെന്നും കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആശാവർക്കർമാരുടെ INTUC യൂണിയൻ ചർച്ച വേണമെന്ന ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ആശമാരെ തൊഴിലാളികളായി പരിഗണിച്ച് ആനുകൂല്യങ്ങൾ നൽകണമെന്ന ആവശ്യമുന്നയിച്ചു. കേന്ദ്രം നൽകാനുള്ള 2023-24 വർഷത്തെ ബാക്കി തുക ആവശ്യപ്പെട്ടപ്പോൾ അനുഭാവപൂർവ്വം പരിശോധിക്കാമെന്നാണ് പ്രതികരിച്ചതെന്നും മന്ത്രി വീണ പറഞ്ഞു. ഇൻസെന്റീവ് വർധന പരിശോധിക്കുമെന്നാണ് ചർച്ചയിൽ നഡ്ഡ അറിയിച്ചത്. വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തയ്യാറാക്കിയതായാണ് വിവരം. ധനമന്ത്രാലയത്തിന്റെ അനുമതി ഇതിനു വേണം. വിഴിഞ്ഞം കുതിക്കുന്നു. 4 മാസത്തിൽ 240 കപ്പലുകൾ. മാർച്ചിൽ വന്നത് 1,00,000 കണ്ടെയ്നറുകൾ. ഒരു മാസത്തിനിടെ 1,00,000-ലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് രാജ്യത്തെ തുറമുഖങ്ങളിൽ റെക്കോർഡ് സ്ഥാപിച്ച് വിഴിഞ്ഞം. മാർച്ചിൽ മാത്രം 1.08 ലക്ഷം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് വന്നുപോയത്. ഡിസംബറിലാണ് ട്രയൽ റൺ കഴിഞ്ഞ് തുറമുഖം പ്രവർത്തന സജ്ജമായത്. ലോകത്തെ വലിയ തുറമുഖങ്ങൾ പോലും മാസങ്ങൾ പൂർത്തിയായാലാണ് സാധാരണ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നത്. കണ്ടെയ്നർ നീക്കത്തിൽ വിഴിഞ്ഞത്തിന്റെ വരവ് കൊളംബോ, സിംഗപ്പൂർ തുറമുഖങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. ഭാവിയിലും അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ കൊളംബോയേക്കാൾ കൂടുതൽ വിഴിഞ്ഞത്തെ ആശ്രയിക്കുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ തുറമുഖങ്ങളെക്കാൾ കൊളംബോയുമായാണ് വിഴിഞ്ഞത്തിന്റെ മത്സരം. നിലവിൽ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് ചരക്ക് കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്. കസ്റ്റംസ്, ഇമിഗ്രേഷൻ സൗകര്യങ്ങളും റോഡ് കണക്ടിവിറ്റിയും പൂർത്തിയാകാത്തതിനാൽ ആഭ്യന്തര ചരക്കു നീക്കം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. നേരത്തെ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന MSC, JM ബക്ഷി, ട്രാൻസ്വേൾഡ് തുടങ്ങിയ കമ്പനികൾ വിഴിഞ്ഞത്തും ഓഫീസ് തുറന്നിട്ടുണ്ട്. സ്വാഭാവിക ആഴം 20 മീറ്റർ ആയതിനാൽ മദർഷിപ്പുകൾക്ക് എളുപ്പത്തിൽ വന്നുപോകാമെന്നതും ഓട്ടോമേറ്റഡ് ക്രെയിൻ സംവിധാനമായതിനാൽ കയറ്റിറക്കത്തിൽ വലിയ തോതിൽ സമയലാഭമുണ്ടാകുമെന്നതും കപ്പൽ കമ്പനികളെ ഇവിടേക്ക് ആകർഷിക്കുകയാണ്. ഡൽഹി കലാപം. മന്ത്രി കപിൽ മിശ്രയുടെ പേരിൽ കേസ് എടുക്കണമെന്ന് കോടതി. 2020-ലെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഡൽഹി നിയമമന്ത്രി കപിൽ മിശ്രയുടെ പേരിൽ കേസെടുക്കണമെന്ന് ഡൽഹി പോലീസിനോട് കോടതി ഉത്തരവിട്ടു. മിശ്രയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ അന്വേഷണം ആവശ്യമാണെന്ന് പറഞ്ഞാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വൈഭവ് ചൗരസിയുടെ വിധി. കുറ്റകൃത്യം നടന്ന സമയത്ത് മിശ്ര അവിടെയുണ്ടെന്ന് വ്യക്തമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും ഉത്തരവിലുണ്ട്. മിശ്രയെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് ചൂണ്ടിക്കാട്ടി യമുന വിഹാർ സ്വദേശി മുഹമ്മദ് ഇല്യാസാണ് ഹർജി നൽകിയത്. KSRTC 1-ാം തീയതി ശമ്പളം. 5 വർഷത്തിനു ശേഷം KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കിട്ടി. 2020 ഡിസംബറിലാണ് ഇതിനു മുൻപ് 1-ന് ശമ്പളം നൽകിയിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് 2 ഗഡുക്കളായി ശമ്പളം നൽകിയിരുന്ന സ്ഥാപനമാണ് സാമ്പത്തിക പുനഃക്രമീകരണത്തിലൂടെ 1-ന് ശമ്പളം നൽകിയത്. ചൊവ്വാഴ്ച രാത്രിയോടെ ശമ്പള വിതരണം പൂർത്തിയായതായി മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഓഫീസ് അറിയിച്ചു. SBIയിൽ നിന്നുമെടുത്ത 80 കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റിലാണ് ശമ്പളം നൽകിയത്. സർക്കാരിന്റെ പ്രതിമാസ സാമ്പത്തിക സഹായമായ 50 കോടി കിട്ടുമ്പോൾ ഈ തുക തിരിച്ചടയ്ക്കും. എല്ലാ മാസവും 10-നും 20-നുമായിട്ടാണ് സഹായം ലഭിക്കുന്നത്. ആദ്യ ഗഡുവായി 30 കോടിയും 2-ാം ആഴ്ച കഴിയുമ്പോൾ 20 കോടി രൂപയും നൽകും. പ്രതിദിന വരുമാനത്തിൽ 30 കോടി രൂപ സമാഹരിക്കാൻ KSRTCക്ക് കഴിയുന്നുണ്ട്. ബാങ്ക് അവധി ദിനമായതിനാൽ ഇത്തവണത്തെ ശമ്പള വിതരണത്തിന് KSRTCയുടെ തുക ഉപയോഗിച്ചിട്ടില്ല. SBIയിൽ നിന്നും ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് തുക കൈമാറുകയായിരുന്നു. KSRTCയുടെ കൈവശമുള്ള തുക അടുത്ത ദിവസങ്ങളിൽ തിരിച്ചടയ്ക്കും. മനുഷ്യത്വരഹിതം. പ്രയാഗ്രാജിലെ വീടുകൾ പൊളിച്ചതിനെതിരെ വീണ്ടും സുപ്രീംകോടതി. ന്യൂഡൽഹി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വീടുകൾ പൊളിച്ച നടപടിയെ വീണ്ടും വിമർശിച്ച് സുപ്രീംകോടതി. മനുഷ്യത്വരഹിതവും നിയമവിരുദ്ധവുമായ നടപടി ഞെട്ടിച്ചെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഓരോ വീട്ടുകാർക്കും 10 ലക്ഷം രൂപ 6 ആഴ്ചയ്ക്കകം നൽകാനും ഉത്തരവിട്ടു. ജസ്റ്റിസ് AS ഓഖ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. 6 വീട്ടുകാർക്കാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. ഉത്തർപ്രദേശ് സർക്കാരിനെയും പ്രയാഗ്രാജ് വികസന അതോറിറ്റിയെയുമാണ് സുപ്രീംകോടതി വിമർശിച്ചത്. രാജ്യത്തൊരു നിയമമുണ്ടെന്നും ആളുകളുടെ താമസസ്ഥലം ഈ രീതിയിൽ പൊളിച്ചുകളയാനാകില്ലെന്നും കോടതി പറഞ്ഞു. നോട്ടീസ് നൽകി 24 മണിക്കൂറിനകം വീടുകൾ പൊളിച്ച സംഭവം ഞെട്ടിച്ചെന്ന് ഇതിനു മുൻപ് കേസ് പരിഗണിച്ചപ്പോഴും സുപ്രീംകോടതി പറഞ്ഞിരുന്നു.
അഡ്വക്കേറ്റ് സുൽഫിക്കർ ഹൈദർ, പ്രൊഫസർ അലി അഹമ്മദ് തുടങ്ങിയവരാണ് തങ്ങളുടെ വീടുകൾ പൊളിച്ചതിനെതിരെ പരാതി നൽകിയത്. 2023 പോലീസ് ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയ ഗുണ്ടാ നേതാവ് അദീഖ് അഹമ്മദിൻ്റേതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തങ്ങളുടെ വീടുകൾ പൊളിച്ചതെന്നും ഹർജിക്കാർ പറഞ്ഞു. 2020 ഡിസംബറിലും 2021 ജനുവരി, മാർച്ച് മാസങ്ങളിലും നോട്ടീസ് നൽകിയിരുന്നെന്ന് സർക്കാർ വാദിച്ചു. എന്നാൽ താമസക്കാർക്ക് മറുപടി നൽകാൻ ആവശ്യത്തിന് സമയം നൽകണമായിരുന്നെന്ന് കോടതി പറഞ്ഞു. അതേസമയം മാർച്ച് 6-ന് നോട്ടീസ് നൽകി പിറ്റേന്നു തന്നെ വീടുകൾ പൊളിച്ചെന്നാണ് പരാതിക്കാരുടെ ആരോപണം. ദേശീയപാതകളിൽ ടോൾ കൂട്ടി. ദേശീയപാത അതോറിറ്റി ടോൾ നിരക്കുകൾ ശരാശരി 4 മുതൽ 5% വരെ വർദ്ധിപ്പിച്ചു. പുതുക്കിയ ടോൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിലായി. ജീവിത നിലവാര സൂചികയനുസരിച്ച് നിരക്കുകൾ എല്ലാ വർഷവും ഏപ്രിൽ 1-ന് കൂട്ടാറുണ്ട്. ഏകദേശം 855 ടോൾ പ്ലാസകൾ ദേശീയപാത ശൃംഖലയിലുണ്ട്. ചരക്കു തീവണ്ടികൾ കൂട്ടിയിടിച്ച് 2 ലോക്കോ പൈലറ്റുമാർ മരിച്ചു. റാഞ്ചി. ഝാർഖണ്ഡിലെ സാഹേബ്ഗഞ്ച് ജില്ലയിൽ NTPCയുടെ ചരക്കുവണ്ടികൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ലോക്കോ പൈലറ്റുമാരാണ് മരിച്ചത്. NTPC പ്ലാന്റുകളിലേക്ക് കൽക്കരിയുമായി പോയ വണ്ടികളാണ് കൂട്ടിയിടിച്ചത്. ചരക്ക് തീവണ്ടികളും പാളങ്ങളും NTPCയുടേതാണെന്നും ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധമില്ലെന്നും ഈസ്റ്റേൺ റെയിൽവേ വക്താവ് പറഞ്ഞു. ആയുസ്സിനപ്പുറവും കാരുണ്യം തുടർന്ന് രത്തൻ. സ്വത്തിലേറെയും സേവനത്തിന്. നേരത്തെ വെളിപ്പെടുത്തിയ വിവരങ്ങൾക്ക് പുറമേയുള്ളവ പരസ്യപ്പെടുത്തി. മുംബൈ. 3800 കോടി രൂപയുടെ സ്വത്തിൽ ഭൂരിഭാഗവും സേവന പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുകയാണ് അന്തരിച്ച വ്യവസായി രത്തൻ ടാറ്റ. വിൽപ്പത്ര നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ചുമതലപ്പെട്ടവരാണ് നേരത്തെ വെളിപ്പെടുത്തിയ വിവരങ്ങൾക്ക് പുറമേയുള്ളവ ഇപ്പോൾ പരസ്യപ്പെടുത്തിയത്. ടാറ്റ കമ്പനികളും പുറത്തുള്ള വിവിധ കമ്പനികളിലുമുള്ള രത്തൻ ടാറ്റ ഓഹരികൾ സേവനത്തിനായി ഉപയോഗിക്കും. രത്തൻ ടാറ്റ എൻഡോമെന്റ് ഫൗണ്ടേഷൻ, രത്തൻ ടാറ്റ എൻഡോമെന്റ് ട്രസ്റ്റ് എന്നീ സന്നദ്ധ സംഘടനകൾക്ക് തുല്യമായി ഇത് വീതിക്കും. സ്ഥിരനിക്ഷേപം ഉൾപ്പെടെയുള്ള 800 കോടി രൂപയുടെ 1/3 അർദ്ധ സഹോദരിമാരായ ഷിറീൻ ജീജാഭോയ്, ഡിയാന ബീജാഭോയ് എന്നിവർക്ക്. മറ്റൊരു 1/3 ഭാഗം രത്തൻ ടാറ്റ ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ടാറ്റ ഗ്രൂപ്പിലെ മുൻ ഉദ്യോഗസ്ഥൻ മോഹിനി ദത്തയ്ക്ക്. 65 ആഡംബര വാച്ചുകൾ, അപൂർവ പെയിന്റിങ്ങുകൾ എന്നിവയുടെ മൂല്യം കൂടി ചേരുന്ന തുകയാണ് 800 കോടി. ജുഹുവിലെ 16 കോടിയുടെ കുടുംബ ബംഗ്ലാവിന്റെ ഭൂരിഭാഗം ഓഹരി സഹോദരൻ ജിമ്മി ടാറ്റയ്ക്ക്. സുഹൃത്ത് മെഹിലി മിസ്രിക്ക് കൊങ്കൺ അലിബാഗ് കടൽ തീരത്തെ 6 കോടിയുടെ വസ്തുവും വിലയേറിയ തോക്കുകളും. രത്തന്റെ കോട്ട് തയ്ച്ചിരുന്ന രാജൻ ഷായ്ക്ക് 50 ലക്ഷം, പാചകക്കാരൻ സുബ്ബയ്യയ്ക്ക് 30 ലക്ഷം. 12 ലക്ഷം രൂപ ടാറ്റയുടെ വളർത്തുമൃഗങ്ങൾക്ക്. ഓരോ 3 മാസത്തിലും ഓരോ വളർത്തുമൃഗത്തിനും 30,000 രൂപ നീക്കിവെക്കണം. ഷിറീൻ ജീജാഭോയ്, ഡിയാന ജീജാഭോയ്, മെഹിലി മിസ്രി, അഭിഭാഷകൻ ഡാരിയസ് കമ്പാട്ട എന്നിവരെയാണ് വിൽപ്പത്രം നടപ്പാക്കാനുള്ള ചുമതല രത്തൻ ടാറ്റ ഏൽപ്പിച്ചിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കോടതിയുടെ അനുമതി വേണമെന്നതിനാൽ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു. 1990-ലാണ് അദ്ദേഹം ആദ്യമായി വിൽപ്പത്രം തയ്യാറാക്കിയത്. പിന്നീട് 3 വട്ടം തിരുത്തി. 2022 ഫെബ്രുവരിയിൽ ചേർത്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. കൊടൈക്കനാൽ ഊട്ടി വാഹന നിയന്ത്രണം, പരിശോധന കർശനം. ചെന്നൈ. ഊട്ടി, കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള വാഹന നിയന്ത്രണം നിലവിൽ വന്നു. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കി. ഊട്ടി ഉൾപ്പെടുന്ന നീലഗിരി ജില്ലയിലേക്ക് ശനി, ഞായർ ദിവസങ്ങളിൽ 8,000, മറ്റു ദിവസങ്ങളിൽ 6,000 വാഹനങ്ങൾക്കാണ് അനുമതി. കൊടൈക്കനാലിൽ ശനി, ഞായർ ദിവസങ്ങളിൽ 6,000, മറ്റു ദിവസങ്ങളിൽ 4,000 എന്നിങ്ങനെയാണ് നിയന്ത്രണം. മേട്ടുപ്പാളയം, കല്ലാറിൽ ഇ-പാസ് പരിശോധന കടുപ്പിച്ചതോടെ സഞ്ചാരികളുടെ വാഹനങ്ങൾ നീണ്ട നിരയിൽ കുടുങ്ങി. ചികിത്സ ഉൾപ്പെടെ അടിയന്തര ആവശ്യം, ചരക്ക് നീക്കം എന്നിവയ്ക്ക് നിയന്ത്രണമില്ല. MBA ഉത്തരക്കടലാസുകൾ നഷ്ടമായ സംഭവം. പുനഃപരീക്ഷ ഏപ്രിൽ 7-ന്. അധ്യാപകന് വിലക്ക്. പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. കേരള സർവകലാശാലയിൽ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനം. ചൊവ്വാഴ്ച വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വിളിച്ച അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഏപ്രിൽ 7-ന് പുനഃപരീക്ഷ നടത്തും. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ പരീക്ഷ നടത്തിപ്പിൽ നിന്ന് മാറ്റി നിർത്തും.
ഏപ്രിൽ 7-ന് പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏപ്രിൽ 22-ന് വീണ്ടും അവസരമുണ്ടാകും. മൂല്യനിർണ്ണയം ക്യാമ്പിൽ നടത്തും. 3 ദിവസത്തിനകം ഫലം പ്രഖ്യാപിക്കുമെന്നും VC അറിയിച്ചു. 2024 മെയ്യിൽ നടന്ന ഫിനാൻസ് സ്ട്രീം MBA 3-ാം സെമസ്റ്റർ പ്രൊജക്ട് ഫിനാൻസ് വിഷയത്തിന്റെ ഉത്തരക്കടലാസാണ് നഷ്ടമായത്. 5 കോളേജുകളിലെ 2022-24 ബാച്ചിലെ 71 വിദ്യാർത്ഥികളുടെ പേപ്പറുകൾ മൂല്യനിർണ്ണയത്തിനായി കൈമാറിയ പാലക്കാടുള്ള അധ്യാപകന്റെ പക്കൽ നിന്നാണ് നഷ്ടമായത്. ഉത്തരക്കടലാസുകൾ യാത്രക്കിടെ ബൈക്കിൽ നിന്ന് വീണുപോയെന്നാണ് അധ്യാപകന്റെ വിശദീകരണം. ആ തീരുമാനം ഇന്നെടുക്കുന്നു. സസ്പെൻസ് പോസ്റ്റുമായി N പ്രശാന്ത്, പക്ഷേ തേങ്ങയുടച്ചില്ല. ചർച്ചകൾ പല വഴിക്ക് പായുമ്പോഴും വ്യക്തത വരുത്താനോ വിശദീകരിക്കാനോ പ്രശാന്ത് തയ്യാറായില്ല. സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്തിന്റെ സസ്പെൻസ് പോസ്റ്റ് സജീവ ചർച്ചയാകുന്നു. ആ തീരുമാനം ഇന്നെടുക്കുന്നു എന്ന കുറിപ്പോടെ റോസാപ്പൂ ഇതളുകൾ ചിതറിക്കിടക്കുന്ന ചിത്രമാണ് പ്രശാന്ത് ഏപ്രിൽ 1 കൂടിയായ ചൊവ്വാഴ്ച ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. പിന്നാലെ അഭ്യൂഹങ്ങളും ഉപദേശങ്ങളും നിഗമനങ്ങളും ആശംസകളുമെല്ലാമായി കമന്റിൽ തലങ്ങും വിലങ്ങും ചർച്ച. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെയുള്ള സമൂഹമാധ്യമ പരാമർശങ്ങളുടെ പേരിൽ സസ്പെൻഷനിലുള്ള പ്രശാന്ത് ജോലി വിടാൻ തീരുമാനിച്ചെന്ന് വ്യാഖ്യാനിച്ചാണ് ഒരു വിഭാഗം ഉപദേശവുമായി കളം നിറഞ്ഞത്. എന്നാൽ പോസ്റ്റിട്ട ഏപ്രിൽ 1-ന്റെ സവിശേഷ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയവരും നിരവധി. ചിത്രത്തിലേത് റോസാപ്പൂ തന്നെയാണോ എന്നും പൂവിന്റെ നിറവുമെല്ലാം ചേർത്ത് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് മുതിർന്നവരും അനവധി. ഇത്തരത്തിൽ ചർച്ചകൾ പല വഴിക്ക് പായുമ്പോഴും വ്യക്തത വരുത്താനോ വിശദീകരിക്കാനോ പ്രശാന്ത് തയ്യാറായില്ല. ഫോൺ എടുത്തതുമില്ല. ഇതോടെ സസ്പെൻസ് ഇടാതെ തേങ്ങയുടക്കി സ്വാമി എന്ന മിഥുനം സിനിമയിലെ സീനും ഡയലോഗും കമന്റിൽ നിറഞ്ഞു. പൊതുപ്രവർത്തകരും പ്രതികരണവുമായി എത്തി. നിരാശപ്പെടുത്തുന്നത് എന്ന് VT ബൽറാം കമന്റ് ചെയ്യപ്പോൾ തീരുമാനം പ്രഖ്യാപിക്കാൻ ഇന്നത്തെ പോലെ പറ്റിയ ദിവസമില്ല എന്നായിരുന്നു മുരളി തുമ്മാരുകുടിയുടെ പ്രതികരണം. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ അകലെയുള്ള വീടുപോലെ എന്ന് സുനിത വില്യംസ്. ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെ കാണുന്നത് അകലെ ഒരു വീടുപോലെയാണെന്ന് സുനിത വില്യംസ്. ബഹിരാകാശത്ത് നിന്ന് കാണുന്ന ഹിമാലയവും മുംബൈയും മനോഹരമാണെന്നും അവർ പറഞ്ഞു. 286 ദിവസത്തിനു ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ചെത്തി 12 ദിവസങ്ങൾക്ക് ശേഷം ബൂച്ച് വിൽമോറിനൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ബഹിരാകാശത്ത് നിന്ന് കാണുന്ന ഇന്ത്യ എങ്ങനെയാണെന്ന ചോദ്യത്തിന് സുനിത മറുപടി നൽകിയത്. ഇന്ത്യ അതിമനോഹരമാണ്. ഹിമാലയത്തിന് മുകളിലൂടെ ഞങ്ങൾ പോകുമ്പോഴെല്ലാം ബുച്ച് വിൽമോറിന് ഇന്ത്യയുടെ മനോഹരമായ ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞു, സുനിത വില്യംസ് പറഞ്ഞു. ബഹിരാകാശ നിലയത്തിൽ നിന്ന് കാണുന്ന ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലെ വൈവിധ്യമാർന്ന നിറങ്ങൾ അത്ഭുതപ്പെടുത്തി. ഗുജറാത്ത് മുംബൈ ഭാഗത്തെത്തുമ്പോൾ തീരത്ത് മത്സ്യബന്ധന ബോട്ടുകളുണ്ടാകും. അത് നമ്മളെ സ്വാഗതം ചെയ്യുന്നതുപോലെയാണ് തോന്നിയത്. ഇന്ത്യയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഹിമാലയൻ മലനിരകളും അതിശയിപ്പിക്കുന്നതാണെന്നും സുനിത പറഞ്ഞു. ഒരു ദിവസം ഇന്ത്യയിലേക്ക് വരുമെന്നും കഴിയുന്നത്ര ആളുകളുമായി ബഹിരാകാശ യാത്രാ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമെന്നും അവർ പറഞ്ഞു. US ഡ്രോൺ വെടിവെച്ചിട്ടതായി ഹൂതികൾ. കനത്ത ആക്രമണത്തിൽ US ഡ്രോൺ വെടിവെച്ചിട്ടതായി യമനിലെ ഹൂതികൾ. MQ-9 റിപ്പർ ഡ്രോണാണ് യമനിലെ മരിബ് മേഖലയിൽ വെടിവെച്ചിട്ടത്. തലസ്ഥാനമായ സനായിലും ഹൂതികളുടെ ശക്തികേന്ദ്രമായ സഅദയിലും US വ്യോമാക്രമണം നടന്നതിന് പിന്നാലെയാണ് സംഭവം. പ്രാദേശികമായി വികസിപ്പിച്ച മിസൈലുകൾ ഉപയോഗിച്ചാണ് MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതെന്ന് ഹൂതികളുടെ സൈനിക വക്താവ് ജനറൽ യഹിയ സരി പറഞ്ഞു. ബെയ്റൂത്തിൽ വീണ്ടും ബോംബിട്ട് ഇസ്രായേൽ, 4 മരണം. തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള്ള മുന്നറിയിപ്പിന് പിന്നാലെ ലെബനാനിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം. ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. 7 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തലസ്ഥാനമായ ബെയ്റൂത്തിലെ തെക്കൻ മേഖലയിലുള്ള ഹായ് മാദിയിലായിരുന്നു മുന്നറിയിപ്പില്ലാത്ത ആക്രമണം. ഹിസ്ബുല്ല ഉദ്യോഗസ്ഥൻ ഹസൻ ബിദേറും മകനും കൊല്ലപ്പെട്ടതായി രഹസ്യവൃത്തങ്ങൾ അറിയിച്ചു. മരണസംഖ്യ 2700 കടന്നു. പ്രതീക്ഷ മങ്ങി രക്ഷാപ്രവർത്തകർ. മ്യാൻമാർ ഭൂകമ്പത്തിന്റെ ബാക്കി പത്രത്തെക്കുറിച്ചുള്ള വാർത്ത മാധ്യമത്തിൽ.
മ്യാൻമാറിനെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2700 കടന്നു. ചൊവ്വാഴ്ച കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 63കാരിയെ ജീവനോടെ പുറത്തെത്തിച്ചു. ഭൂകമ്പം നടന്ന് 91 മണിക്കൂറിന് ശേഷമാണ് വിജയകരമായി സ്ത്രീയെ രക്ഷിച്ചത്. 5 ദിവസമായി പുരോഗമിക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇനിയും ജീവനോടെ ആരെങ്കിലും കണ്ടെത്താമെന്ന പ്രതീക്ഷ മങ്ങി. വെള്ളിയാഴ്ചയാണ് മ്യാൻമാറിനെയും അയൽരാജ്യമായ തായ്ലാന്റിനെയും വിറപ്പിച്ച് റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.